ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒക്ടോബർ 28 പ്രഥമ ദേശീയ ആയുർവേദ ദിനം. പ്രമേഹ ചികിത്സ ആയുർവേദത്തിലൂടെ എന്നതാണ് ആദ്യ പ്രചരണ ക്യാമ്പയിൻ. ആയുർവേദ ശാസ്ത്രത്തെ പറ്റിയുള്ള അറിവും ചികിത്സയും പകർന്നുകൊണ്ടാണ് ദിനാചരണ പരിപാടികൾ ജില്ലയിലുടനീളം നടന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പാവപ്പെട്ടവരോട് കാട്ടുനിധി നടപ്പിലാക്കുന്ന ഭരണകൂടമാണ് നിലവിലുള്ളതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ. ഭക്ഷ്യസുരക്ഷ അട്ടിമറിച്ച ഇടതു സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക മോർച്ചയുടെ കലക്ടറേറ്റ് മാർച്ച്. കൊയിലാണ്ടിയിൽ തെരുവ് നായകൾ കോഴിക്കടയിൽ 100ഓളം കോഴികളെ ആക്രമിച്ച് കൊന്നൊടുക്കി. ജെഎൻയു വിദ്യാർത്ഥിയെ കാണാതായ സംഭവവും പ്രതിഷേധവുമായി എസ്എഫ്ഐ പ്രവർത്തകർ. ആദായനികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവനോട് കാട്ടുനീതി നടപ്പിലാക്കുന്ന ഭരണകൂടമാണ് നിലവിലുള്ളതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ. അർഹതപ്പെട്ടവർക്ക് റേഷൻ കാർഡ് നൽകാതെ അനർഹരായവരെ കാർഡിൽ ഉൾപ്പെടുത്തിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ആരോപണം. ഭാരതീയ ജനതാ കർഷക മോർച്ച കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ നിയമം അട്ടിമറിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. അർഹതയുള്ളവരെ തഴഞ്ഞ് അനർഹരായവരെ ബിപിഎല്ലിൽ ഉൾപ്പെടുത്തിയെന്നും റേഷൻ കാർഡ് വിതരണം പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന ആക്ഷേപവും നിലനിൽക്കെയാണ് കർഷകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവനോട് കാട്ടുനീതി നടപ്പിലാക്കുന്ന ഭരണകൂടമാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെ വർഷങ്ങൾക്ക് മുൻപുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അനർഹരായവരെയാണ് റേഷൻ കാർഡിൽ സ്ഥാനം പിടിച്ചത്. ആനുകൂല്യം വേണ്ടവർക്ക് നൽകാതെ സാധാരണക്കാരോട് തികഞ്ഞ അവജ്ഞയാണ് ഭരണകൂടം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 100% സാക്ഷരത കൊണ്ട് സമ്പന്നമായ കേരളത്തിൽ പാവപ്പെട്ടവർ ഉച്ചിഷ്ടത്തിൽ നിന്ന് ആഹാരം കഴിക്കുക. എന്റെ പ്രിയമുള്ളവരെ, അട്ടപ്പാടിയിലും വയനാടിലും ഇടുക്കിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കാൻ മാർഗമില്ലാതെ നമ്മുടെ പാവപ്പെട്ടവർ, കണ്ണുന്തിയ ആളുകൾ, വയറുന്തിയ ആളുകൾ, സോമാലിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന പാവങ്ങൾ ജീവിക്കാൻ കഴിയാത്തൊരു നാടാണ് കേരളം. ഭാരതീയ ജനതാ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ചക്രായുധൻ അധ്യക്ഷനായിരുന്നു. ബിജെപി ദേശീയ കൌൺസിൽ അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം ടി.പി. സുരേഷ്, മോഹനൻ മാസ്റ്റർ, രാജൻ, ജോയി മാസ്റ്റർ തുടങ്ങിയവർ മാർച്ചിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജെഎൻയു വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തി. കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജെഎൻയു വിദ്യാർത്ഥി നജീബ് അഹമ്മദിന്റെ തിരോധാനം അന്വേഷിക്കണമെന്ന ആവശ്യവുമായാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. RSS ABVP അതിക്രമങ്ങളിൽ നിന്ന് കലാലയങ്ങളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നജീബിനെ കണ്ടെത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ എസ്എഫ്ഐ പ്രവർത്തകർ സമരത്തിലാണിന്ന്. ജെഎൻയു BSc ബയോടെക്നോളജി വിദ്യാർത്ഥിയായ നജീബിനെ കാണാതായിട്ട് 11 ദിവസം പിന്നിട്ടു. എന്നാൽ അധികൃതർ വ്യക്തമായ നടപടികളൊന്നും ഇതിൽ സ്വീകരിച്ചിട്ടില്ലെന്നും നജീബിനെ ABVP പ്രവർത്തകർ മർദ്ദിച്ച വിവരം പുറത്തുവന്നിട്ടും പോലീസും യൂണിവേഴ്സിറ്റി അധികാരികളും മൌനം പാലിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയെ കാണുവാനില്ലാതായിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടും ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു ശബ്ദമുയർത്താൻ ഇന്നത്തെ
കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പോട്ടെ, അദ്ദേഹം ഇവിടെ വളരെ കുറവാണ്. ബാക്കിയുള്ള ഒരു മന്ത്രിയും വന്നിട്ടില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ വേണ്ടി സാധിക്കില്ല. SFI ജില്ലാ പ്രസിഡന്റ് KM നീനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഫഹദ് ഖാൻ, AK ബിജിത്ത്, സച്ചിൻ ദേവ്, ജില്ലാ സെക്രട്ടറി ലിൻഡോ ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ എക്സിബിഷൻ ഗ്രൌണ്ടിൽ വൻ തീപിടുത്തം. അരിടുത്ത് പാലത്തിന് സമീപം നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന എക്സ്പോയിലാണ് തീപിടുത്തമുണ്ടായത്. ബീച്ച് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കോഴിക്കോട് അരയെടുത്ത് പാലത്തിന് സമീപത്തെ എക്സിബിഷൻ ഗ്രൌണ്ടിൽ വൻ തീപിടുത്തം. പ്രദർശനം നടക്കുന്ന സമയമല്ലാത്തതിനാൽ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഓഷ്യാനിക് എക്സ്പോ പ്രദർശന നഗരിയിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. എക്സ്പോയുടെ മുൻവശത്തെ കമാനുകളും ഉള്ളിലെ അലങ്കാര വേലകളും ഫ്ലക്സുകളുമെല്ലാം കത്തിനശിച്ചു. സംഭവം നടന്ന ഉടൻ തന്നെ ബീച്ചിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയതിനാലാണ് പെട്ടെന്ന് തന്നെ തീയണയ്ക്കാനായത്. അല്ലെങ്കിൽ പ്രദർശനത്തിന്റെ പ്രധാന ആകർഷകമായ അക്വേറിയം കത്തിനശിക്കുമായിരുന്നു. ഭീമാകാരൻ മത്സ്യങ്ങളടക്കം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് സെറ്റ് ചെയ്തതായിരുന്നു അക്വേറിയം. 2 ആഴ്ച മുൻപാണ് പ്രദർശനം തുടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം 2:30 മുതലാണ് പ്രദർശനം തുടങ്ങുക. ബീച്ച് ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റുകളാണ് തീ കെടുത്തിയത്. സ്റ്റേഷൻ ഓഫീസർ KM ജോയ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PK ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴികൾക്ക് നേരെ തെരുവുനായ ആക്രമണം. കൊയിലാണ്ടിയിൽ കോഴിക്കടയിൽ കയറിയാണ് 100-ലധികം കോഴികളെ തെരുവുനായകൾ കൊന്നൊടുക്കിയത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കോഴിക്കടയിൽ കയറി തെരുവുനായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. കൊയിലാണ്ടിക്കടുത്ത് മുത്താമ്പി വൈദ്യരങ്ങാടിയിലെ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള MMK ചിക്കൻ കടയിലെ 110ഓളം കോഴികളെയാണ് കടിച്ചുകൊന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. കോഴികളുടെ ബഹളം കേട്ട് കടയുടെ അടുത്തുള്ള ആളുകൾ എത്തിയപ്പോഴാണ് സംഭവം കാണുന്നത്. കടയ്ക്ക് പുറത്തെയും അകത്തെയും മരത്തിന്റെ കൂട്ടിലായിരുന്നു കോഴികൾ ഉണ്ടായിരുന്നത്. 12ഓളം നായ്ക്കൾ ചേർന്നാണ് കൂട് തകർത്ത് കോഴികളെ കടിച്ചുകൊണ്ടുപോയത്. പല ഭാഗത്തും വെച്ച് പിന്നീട് ഭക്ഷിച്ചു. ചത്ത കോഴികൾ കടയുടെ സമീപത്ത് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. കൊയിലാണ്ടി പോലീസ് സംഭവ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾക്കെതിരെ ബേപ്പൂരിൽ ഹർത്താൽ. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ഒഴിപ്പിക്കൽ നടന്നിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിലേക്ക് മാർച്ചും നടന്നു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിയിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിൽ കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഹർത്താൽ. ഉച്ച 2 മണിവരെ ഹർത്താൽ നീണ്ടുനിന്നു. കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിലേക്ക് ഇതിന്റെ ഭാഗമായി മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. ബേപ്പൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ മേഖലാ കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് M ഷാവുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷം വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KM ഹനീഫ, ജില്ലാ സെക്രട്ടറി P അശോകൻ, വിവിധ മേഖലാ ഭാരവാഹികളായ OP രാജൻ, N മണി, P മോഹൻദാസ്, C മൊയ്തീൻ കോയ, പ്രേമൻ കുനിയിൽ, P സുഭാഷ്, മുരളി ബേപ്പൂർ എന്നിവർ സംസാരിച്ചു. ഒഴിപ്പിക്കൽ നടപടി നടക്കുമ്പോൾ തെരുവോര കച്ചവടം ഉൾപ്പെടെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. चमके
I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. പ്രഥമ ദേശീയ ആയുർവേദ ദിനം ആഘോഷമാക്കി കോഴിക്കോട് ആയുർവേദ ആശുപത്രി. ദിനാചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടന കർമ്മം ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ് നിർവഹിച്ചു. പ്രഥമ ദേശീയ ആയുർവേദ ദിനമായ ഒക്ടോബർ 28-ന് വിപുലമായ പരിപാടികളോടെയാണ് കോഴിക്കോട് ആയുർവേദ ആശുപത്രി ദിനാചരണം കൊണ്ടാടിയത്. പ്രമേഹ നിയന്ത്രണത്തിനായി ആയുർവേദം എന്ന മുദ്രാവാക്യവുമായാണ് ദേശീയ തലത്തിൽ ഈ വർഷം ആയുർവേദ ദിനം ആചരിച്ചത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മുക്കം മുഹമ്മദ് നിർവഹിച്ചു. 5000 വർഷങ്ങൾക്കപ്പുറം ഉള്ള ഒരു ചികിത്സ ഒരുപാട് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി കൊണ്ടുവന്നു ഈ ആധുനിക ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ജനങ്ങളെ മനസ്സിൽ മാഞ്ഞുപോകാൻ പറ്റാത്തൊരു പുതിയ ചികിത്സാ സമ്പ്രദായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങിൽ ആയുർവേദ രംഗത്തെ മുതിർന്ന ഡോക്ടർമാരായ KP ശ്രീനിവാസൻ, മാധവൻ നമ്പ്യാർ, പാറുക്കുട്ടി, VP മാധവൻ, K വിശ്വൻ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് ഡോക്ടർ VG ഉദയകുമാർ ബോധവൽക്കരണ ക്ലാസും നടത്തി. ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ TP രാജീവൻ, ഡോക്ടർ MM സനൽകുമാർ, കൌൺസിലർ ആശാ ശശാങ്കൻ, പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ്, ഫിൻബി ബേബി, PC മനോജ് കുമാർ, അഭിലാഷ് BG, അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ദേശീയ ആയുർവേദ ദിനാചരണവുമായി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. പരിപാടിയുടെ ഭാഗമായി പ്രമേഹ രോഗം സംബന്ധിച്ച് പൊതുചർച്ച KP കേശവമേനോൻ ഹാളിൽ നടന്നു. ചടങ്ങ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ജനറൽ മാനേജർ KS മണി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു മാസം നീളുന്ന പരിപാടികളാണ് കോട്ടയ്ക്കൽ ആയുർവേദശാല നടത്തിവരുന്നത്. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങ് കോട്ടയ്ക്കൽ ആയുർവേദശാല ജനറൽ മാനേജർ KS മണി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും ഇത് സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന പദ്ധതികൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, ലോകമെമ്പാടും ഇത്തരം ആരോഗ്യ സംരക്ഷണ പദ്ധതികളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു റിയാക്ഷനും കൂടെയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുന്നതിന് കാരണമുണ്ട്. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമേഹ രോഗം സംബന്ധിച്ച പൊതുചർച്ച നടന്നു. ഡോക്ടർ PK ശശിധരൻ, കോട്ടയ്ക്കൽ ആയുർവേദശാല ചീഫ് സൂപ്രണ്ട് ഡോക്ടർ PM വാര്യർ, സൂപ്രണ്ട് ഡോക്ടർ K മുരളീധരൻ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ഡോക്ടർ K മാധവൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ SD രമേശ്, ഡോക്ടർ K മഹേഷ്, ഡോക്ടർ V ബബിത കുമാരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടപ്പാത പോലും കയ്യേറി വാഹനങ്ങൾ വന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വലിയങ്ങാടിയിലെത്തുന്ന വഴിയാത്രക്കാർ. അരവിന്ദ് ഘോഷ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന വാഹനങ്ങളുടെ നീണ്ട ക്യൂ കാരണം തൊഴിലാളികൾക്കും പ്രയാസം ഏറെയാണ്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ട്രാഫിക് പോലീസിന്റെ നോ പാർക്കിംഗ് ബോർഡിനടുത്തെ വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണിത്. വലിയങ്ങാടി അരവിന്ദ് ഘോഷ് റോഡിലെ സ്ഥിരം കാഴ്ചകളിലൊന്ന്. കഴിഞ്ഞ കുറെ കാലങ്ങളായി വാഹനങ്ങളുടെ വലിയ നിരയാണ് ഇവിടെയുള്ളത്. പരാതി ലഭിക്കുമ്പോൾ മാത്രം സ്ഥലത്തെത്തുന്ന പോലീസ് താൽക്കാലിക പരിഹാരം കണ്ട് മടങ്ങുന്ന അവസ്ഥയാണ്. വാഹനങ്ങൾ നടപ്പാത കയ്യേറുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് തങ്ങൾക്കാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നമ്മൾ പലപ്പോഴും ഇത് ട്രാഫിക് സ്റ്റേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പോലീസുകാരൊന്നും വരാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഒരു ഗുണങ്ങളോ ഈ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസ് ട്രാഫിക്കിന്റെ ഭാഗത്തു നിന്നോ ഈ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് നമുക്ക് ഈ ഫുട്പാത്ത് ഒരു നടക്കുന്ന രൂപത്തിലാക്കി തരണം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലയിലെ ചരക്കു ഗതാഗതം ഏറെക്കുറെ നടക്കുന്ന വലിയങ്ങാടിയിൽ ഗതാഗത കുരുക്കുകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഇതുമൂലം ചരക്കിറക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. നടപ്പാത കയ്യേറിയുള്ള കച്ചവടക്കാരുടെ ഇത്തരം സമീപനങ്ങൾക്കെതിരെ പരാതി നൽകിയെങ്കിലും നടപടിയായില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണം, അല്ലെങ്കിൽ ഞങ്ങളിത് നിയമ നടപടിയിൽ ഞങ്ങൾ ആ കാര്യത്തെപ്പറ്റി കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒന്നുകിലൊരു വലിയങ്ങാടി സമരത്തിലേക്കുള്ള ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികൾ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തുലാമാസത്തിലെ അമാവാസി ബലിതർപ്പണത്തിനുള്ള ഉത്തമ സമയം ഒക്ടോബർ 30 ഞായറാഴ്ച പുലർച്ചെ 3 മണി 10 മിനിറ്റ് മുതൽ രാവിലെ 9 മണി വരെയാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ച രാത്രി 8 മണിവരെ ചതുർത്ഥിയാണെന്നും അതിനു മുമ്പ് ചെയ്യുന്ന പിതൃകർമ്മങ്ങൾ ഫലവത്താവില്ലെന്നും ബേപ്പൂർ TK മുരളീധര പണിക്കർ പറഞ്ഞു.
തുലാമാസത്തിലെ അമാവാസിയിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിനമായ ശനിയാഴ്ച രാത്രി 8:42 വരെ പിതൃതർപ്പണം നടത്താൻ പാടില്ലെന്ന് ബേപ്പൂർ TK മുരളീധര പണിക്കർ പറഞ്ഞു. 8:42 ശേഷം ബലികർമ്മങ്ങൾ നടത്താമെങ്കിലും ഏറ്റവും ഉത്തമമായ സമയം ഞായറാഴ്ച പുലർച്ചെ 3:10 മുതൽ രാവിലെ 9 വരെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി ഉണ്ടാവരുതെന്നും സ്വൈര്യവും സമാധാനവും ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിക്ക് മധുരം പകരാൻ മിഠായികളെത്തി. മധുരങ്ങളുടെ ഉത്സവമൊരുക്കി വിപണിയിലെത്തുന്ന മിഠായികളിൽ ബംഗാളി മിഠായികൾക്കാണ് പ്രിയം കൂടുതൽ. വിപണിയിലെ ഏറ്റവും ആകർഷവും മധുരമുള്ളതും ബംഗാളി മിഠായികൾ തന്നെയാണ്. 22 ഇനങ്ങളുള്ള 1 കിലോ പാക്കിന് 300 രൂപയാണ് വില. ആവശ്യക്കാർ ഏറെയും എത്തുന്നതും ബംഗാളി മിഠായികൾ തേടി തന്നെയാണ്. ഗീ പാക്ക്, മിൽക്ക് ബർഫി, മിൽക്ക് പേട, മിൽക്ക് റോൾ, ഡ്രൈ ഫ്രൂട്ട് ലഡു, മിൽക്ക് കേക്ക്, ബംഗാളി ലഡു, കാഞ്ച, മലായ് പേട എന്നിങ്ങനെ തുടരുന്നു ബംഗാളി മിഠായികൾ. സാധാരണ പലഹാരങ്ങളുടെ കിറ്റിന് 150 രൂപയാണ്. ബർഫി, സോന പാക്ക്, ബാദുഷ, മിൽക്ക് ബർഫി, കേക്ക് പേടകൾ തുടങ്ങി 20ഓളം മിഠായികൾ ഉണ്ടാകും ഈ കിറ്റിൽ. കോഴിക്കോട്ടുകാർക്ക് ദീപാവലിക്ക് തളി ബ്രാഹ്മിൻസിന്റെ മിഠായികൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പാലക്കാടൻ അഗ്രഹാരങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഈ മിഠായികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. 11 വിഭവങ്ങൾ ഒരുക്കിയ ഒരു കിറ്റിന് 260 രൂപയാണ് വില. 1/2 കിലോ കിറ്റിന് 130 രൂപയും. സ്വീറ്റ് ബാദുഷ, മൈസൂർ പാക്ക്, ലഡു, ജിലേബി, കോക്കനട്ട് ബർഫി, ഓറഞ്ച് ബർഫി, പൈനാപ്പിൾ ബർഫി, പിസ്ത പേട, സോന പേട എന്നിങ്ങനെ തുടരുന്നു സാധൂറും ബ്രാഹ്മിൻസിന്റെ ദീപാവലി മിഠായികൾ. കാലിക്കറ്റ് യങ് ബ്രാഹ്മിൻസ് അസോസിയേഷന്റെ സൌജന്യ വൈദ്യ ശുശ്രൂഷ പദ്ധതിയിലേക്കാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമാണ് ഈ ദീപാവലി മിഠായികൾക്ക്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 4ാമത് 24 ഫ്രെയിം ശാന്താദേവി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സിനിമ, സീരിയൽ, മാധ്യമം തുടങ്ങി വിവിധ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ഡിസംബർ 11 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും. മികച്ച സിനിമയായി ലീലയും നടനായി ലാലും നടിയായി ലെനയും അവാർഡിന് അർഹരായി. രൺജി പണിക്കർ, നാദിർ ഷാ, കുളപ്പുള്ളി ലീല, ഷാജി പട്ടികര, പാർവതി എന്നിവരും സീരിയൽ വിഭാഗത്തിൽ കിഷോർ സത്യ, ഗായത്രി, ദിനേശ് പണിക്കർ തുടങ്ങിയ നിരവധി പ്രമുഖരും അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്പെഷ്യൽ ജൂറി അവാർഡുകളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. ശാന്താദേവി അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രമുഖ വ്യക്തിത്വങ്ങളെയും ആദരിക്കും. ദൃശ്യമാധ്യമ രംഗത്തെ സംഭാവനയ്ക്ക് ACV ന്യൂസ് കോഴിക്കോട് മേഖലാ കോർഡിനേറ്റർ മഞ്ജീഷ് കുമാറും അവാർഡ് നേടി. ഡിസംബർ 11 കോഴിക്കോട് നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. ഹോളി ക്രോസ് സൌത്ത് പ്രൊവിൻസ് സിൽവർ ജൂബിലി ആഘോഷം വിപുലമായി നടന്നു. സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചും പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിട്ടും 50ഓളം കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ ഇവന്റ് നടത്തിയുമാണ് ആഘോഷം നടന്നത്. ഹോളി ക്രോസ് സൌത്ത് പ്രൊവിൻസ് സിൽവർ ജൂബിലി ആഘോഷം നടത്തിയത് വ്യത്യസ്തമായാണ്. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചും പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിക്ക് രൂപമിട്ടുമാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സാമൂഹിക സാംസ്കാരിക മാധ്യമ കാർഷിക കലാരംഗത്തെ പ്രമുഖരായ MGS നാരായണൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദയാബായി, ചെറുവയൽ രാമൻ, PV ചന്ദ്രൻ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാലിയിൽ നിർവഹിച്ചു. അക്കാദമിക് മേഖലകളിൽ 50ഓളം കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ ഇവന്റ് കൊമീൻസോ 2K16 ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. ചടങ്ങിൽ ഗവേഷണ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള റിസർച്ച് വിംഗിന്റെ ഉദ്ഘാടന കർമ്മം MGS നാരായണൻ നിർവഹിച്ചു.
സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോളേജിൽ രൂപീകരിച്ച റിഗാലിയ ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നിർവഹിച്ചു. ഹോളി ക്രോസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ജോസ്, PJ ജോഷുവ, ഡോക്ടർ കൃഷ്ണചന്ദ്, മേഴ്സി ജോസ്, അമൽ ആന്റണി, അസിസ്റ്റന്റ് പ്രൊഫസർ രഞ്ജിത്ത് രവീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആന്റി സ്മോക്കിംഗ് സൊസൈറ്റി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിദ്യാഭ്യാസ വിചക്ഷണനായ പ്രൊഫസർ M. അബ്ദുൾ അലിക്ക് നൽകും. ഒക്ടോബർ 29 പുളിക്കലിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. പ്രമുഖ ചരിത്രകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ M. അബ്ദുൾ അലിയെ ആന്റി സ്മോക്കിംഗ് സൊസൈറ്റിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് തെരഞ്ഞെടുത്തതായി സൊസൈറ്റി ഗ്ലോബൽ ചെയർമാൻ മുഹമ്മദുണ്ണി ഒളങ്കരയും അവാർഡ് കമ്മിറ്റി ചെയർമാൻ അമാനുള്ള വടക്കാക്കരയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൊസൈറ്റിയുടെ രൂപീകരണത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കും നേതൃപരമായ പങ്ക് വഹിച്ച പ്രൊഫസർ അലിയുടെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. അധ്യാപകൻ, ഗ്രന്ഥകാരൻ, കോളമിസ്റ്റ്, വിവർത്തകൻ, ചരിത്രകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, ഗവേഷകൻ തുടങ്ങിയ നിലകളിലൊക്കെ കനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പ്രൊഫസർ M. അബ്ദുൾ അലി. 1,01,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഒക്ടോബർ 29 പുളിക്കലിൽ നടക്കുന്ന പൊതുചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വയലാർ അനുസ്മരണത്തോടനുബന്ധിച്ച് വയലാർ ഗാനസന്ധ്യയും കവിതാ ഗാനാലാപന മത്സരവും നടന്നു. നവതരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഗായിക സുശീലയ്ക്ക് ഉപഹാരം നൽകി. ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക വേദിയായ നവതരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ ഗാനസന്ധ്യയുടെ ഭാഗമായി വയലാർ കവിത ഗാനാലാപന മത്സരവും സംഘടിപ്പിച്ചു. 28 കുട്ടികളും 28 പുരുഷന്മാരും 20 സ്ത്രീകളും മത്സരത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ A. സുശീലയെ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉപഹാരം സമർപ്പിച്ചു. നവതരംഗത്തിന്റെ നിരവധി മത്സരവേദികളിലും സ്റ്റേജ് പരിപാടികളിലും പാടിയിട്ടുള്ള സുശീല 4 പതിറ്റാണ്ടിലേറെയായി ഗാനരംഗത്ത് സജീവമാണ്. ട്രിപ്പിൾ ഡ്രം ആർട്ടിസ്റ്റും റിട്ടയർഡ് കോടതി ജീവനക്കാരുമായ MV വേണുഗോപാലനാണ് ഭർത്താവ്. രേവതി, കാർത്തിക, അശ്വതി എന്നിവർ മക്കളാണ്. നവതരംഗം പ്രസിഡന്റ് V. ബാലമുരളി അധ്യക്ഷം വഹിച്ചു. K. ബാലകൃഷ്ണൻ, KP സുന്ദർദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പയ്യന്നൂർ മലബാർ ബീറ്റ്സിന്റെ വയലാർ ഗാനസന്ധ്യയും അരങ്ങേറി. പ്രമോദ് പൂമംഗലം, വിശ്വനാഥ്, സനീറ്റ, A. സുശീല എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുറക്കാട്ടിരി ചൈൽഡ് സെന്റർ ഇനി മുതൽ AC ഷൺമുഖദാസിന്റെ പേരിൽ അറിയപ്പെടും. ജില്ലാ പഞ്ചായത്ത് യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആയുർവേദ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന പുറക്കാട്ടിരി ചൈൽഡ് ആൻഡ് അഡോൾസന്റ് കെയർ സെന്ററിന് മുൻമന്ത്രി AC ഷൺമുഖദാസിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു. നവംബർ 13 സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് നടക്കുന്ന വിഭവ സമാഹരണം മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ വൻ വിജയമാക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മേൽനോട്ടം വഹിക്കും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട്, പൊതുമരാമത്ത് ചെയർപേഴ്സൺ PK സജിത, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സുജാത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG ജോർജ് മാസ്റ്റർ, സെക്രട്ടറി T പാർത്ഥസാരഥി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. DRS മനന്തപലം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഹാരം, ആരോഗ്യം, ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. DRS മനന്തലപാലം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആഹാരം, ആരോഗ്യം, ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഫ്രാൻസിസ് റോഡിന് സമീപമുള്ള ന്യൂ കാസ്റ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ VKV റസാഖിന്റെ അധ്യക്ഷതയിൽ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PK ശശിധരൻ ക്ലാസ് എടുത്തു. ഇറച്ചി, മീന് പൊരിച്ച് കഴിക്കരുത്. അത് കല്ലുമ്മക്കടക്കായാലും ചെമ്മീനായാലും എന്തായാലും അരി, ഗോതമ്പ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. പ്രോട്ടീന് വേണ്ടി പയറ്, പരിപ്പ്, കടല, മുതിര, ഉഴുന്ന് തുടങ്ങിയ ധാന്യങ്ങൾ ഉപയോഗിക്കാം. AT അബു, TV അബൂബക്കർ, CP മമ്മുഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. MSF വിജയാരവം ഒക്ടോബർ 29 നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും. സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും.
കേരളത്തിലെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂണിയൻ ഭാരവാഹികൾക്കുള്ള MSF സംസ്ഥാന കമ്മിറ്റിയുടെ സ്വീകരണം വിജയാരവം 29 രാവിലെ 10 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. വിവേചനരഹിത വിദ്യാഭ്യാസം വിദ്യാർത്ഥി സൌഹൃദ കലാലയം എന്ന പ്രമേയത്തിൽ കോളേജ് യൂണിയൻ ഇലക്ഷനെ നേരിട്ട MSFന് മികച്ച വിജയമാണ് വിദ്യാർത്ഥികൾ സമ്മാനിച്ചത്. സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അബ്ദുൾ സമദ് സമദാനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, ഡോക്ടർ MK മുനീർ MLA തുടങ്ങിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കൾ സംബന്ധിക്കും. കാര്യക്ഷമമായ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലന ക്ലാസുകളും നടക്കുമെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ആക്ഷേപഹാസ്യത്തിലൂടെയും വിമർശനത്തിലൂടെയും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ രാംദാസ് വൈദ്യരുടെ പേരിലുള്ള പ്രഥമ അവാർഡ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ മാധ്യമം കാർട്ടൂണിസ്റ്റ് VR രാകേഷിനെ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സമ്മാനിച്ചു. നടൻ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. NP രാജേന്ദ്രൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഡോക്ടർ MM സനൽകുമാർ, VR രാകേഷ്, A സജീവൻ, K പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാവപ്പെട്ടവരോട് കാട്ടുനിധി നടപ്പിലാക്കുന്ന ഭരണകൂടമാണ് നിലവിലുള്ളതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. ഭക്ഷ്യസുരക്ഷ അട്ടിമറിച്ച ഇടതു സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക മോർച്ചയുടെ കലക്ടറേറ്റ് മാർച്ച്. കൊയിലാണ്ടിയിൽ തെരുവ് നായകൾ കോഴിക്കടയിൽ 100ഓളം കോഴികളെ ആക്രമിച്ച് കൊന്നൊടുക്കി. JNU വിദ്യാർത്ഥിയെ കാണാതായ സംഭവം പ്രതിഷേധവുമായി SFI പ്രവർത്തകർ. ആദായനികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.